ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഞാനിന്ന് ദേവദൂതൻ സിനിമ കണ്ടതിൻ്റെ ഒരു ത്രില്ലിലാണ്. ത്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ തന്നെ ഞാൻ രണ്ട് കാലഘട്ടത്തിൽ കണ്ടു. ഈ 2 ഡിക്കേഡ്സ് മുമ്പ്, 20-25 വർഷം മുമ്പ് കണ്ടൊരു സിനിമ വീണ്ടും ഇന്ന് കണ്ടപ്പോൾ എനിക്കുണ്ടായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് ആട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പടത്തിലെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ടി വിയിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളൊരു സിനിമയാണ്. ഇതെനിക്ക് ഈ പടത്തിന് അന്ന് കുറേ ക്രിഞ്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അന്ന് ക്രിഞ്ച് എന്നുള്ള വാക്കൊന്നും ഇറങ്ങിയിട്ടില്ല, ഇപ്പോഴാണല്ലോ ക്രിഞ്ചൊക്കെ ഇറങ്ങി തുടങ്ങിയത്. അപ്പോൾ ഈ ക്രിഞ്ച് ഇറങ്ങുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ ക്രിഞ്ച് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്തൊരു സിനിമയാണ്. കാരണം ഒന്നാമത് മോഹൻലാൽ എന്ന് പറഞ്ഞ ആൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന സമയമാണത്. ഇപ്പോഴും അതെ, എപ്പോഴും അതെ. അപ്പോൾ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ, നമുക്ക് എന്തോരം ചമ്മലുണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഇതുണ്ടാവില്ലേ, എനിക്കൊരു അബദ്ധം പറ്റുമ്പോഴൊക്കെ. അതുപോലെ മോഹൻലാലിന് സംഭവിക്കുന്ന അഭിനയത്തിൽ വന്ന ചളിപ്പുകളൊക്കെ നമ്മളെ ബാധിക്കാറുണ്ട്. ഇപ്പം എന്നെ അങ്ങനെ ബാധിക്കാറുണ്ട്. ആ പുള്ളി എന്തെങ്കിലും ചളിപ്പ് സീനൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് എംബാരസ്ഡ് ആവാന്ന് പറയില്ല നമ്മൾ, എന്താ പറയുക, നമുക്കൊരു ഇളിപ്പിനാവുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്ക്. അപ്പോൾ ആ അവസ്ഥയൊക്കെ ഒരുപാട് അനുഭവിച്ച സിനിമയാണ് ഈ ദേവദൂതനെന്ന്. എന്തൊട്ട് ഈ കളി കാണിക്കുന്നത്, എന്തോരം ഓവർ ആക്ടിങ്, എന്തൊക്കെ ഡ്രാമയാണ് കാണിക്കുക, ഓവർ ഡ്രാമ കാണിക്കുക, അങ്ങനെയൊക്കെ കുറേ. എനിക്ക് അതിൽ ഏറ്റവും ഇതായിട്ട് തോന്നിയത് ലാലേട്ടൻ തന്നെയാണ്. കാരണം നമ്മളത്ര സ്നേഹിക്കുന്ന ഒരാൾ എന്തൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ വേറൊരു എക്സ്പെക്റ്റേഷനിലൊക്കെ ചെന്നിട്ട് നമുക്ക് വേറൊരു അനുഭവം തന്നൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ നമ്മളും സസ്പെൻസിലൂടെ പോകണു. ആ പടത്തിലെ കഥാനായികയും ഒരു സസ്പെൻസ് കൊണ്ടുവന്നിട്ട്, അതായത് ആ പടത്തിൻ്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം നായകൻ മരിച്ചതിന് ശേഷം ആ നായകൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന്, നായകൻ മരിച്ചതറിയാതെ ജീവിക്കുന്ന നായിക എങ്ങനെ അത് കൺവിൻസ് ആവുന്നു എന്നുള്ളതാണ് സിനിമയുടെ കഥ. അപ്പം മരിച്ചുപോയ ഒരാൾക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ കൺവേ ചെയ്യും, ഈ വേറൊരാളിലൂടെയാണ് അത് കൺവേ ചെയ്യുന്നതെന്ന് നമുക്ക് അന്നറിയില്ല. അപ്പോൾ അന്ന് നമ്മൾ ഈ മോഹൻലാലിനാണ് നായകൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. മോഹൻലാൽ എന്ന് പറഞ്ഞ ആൾ എന്തൊക്കെയാണ് കാണിക്കണേ, പുള്ളി എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കണോ, എന്തൊക്കെയോ കാണിക്കുന്നു എന്നാണ് അന്നത്തേത്. അപ്പോൾ അന്ന് ക്രിഞ്ചെന്ന് തോന്നിയ കാര്യങ്ങൾ ഇന്ന് തിയേറ്ററിൽ പിള്ളേർക്ക് ഭയങ്കര ബ്രില്യൻസ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് അംഗീകരിച്ച് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാനും അവരുടെ കൂടെ ഇരുന്ന് ആ സിനിമ കണ്ണമ്മ തന്തവി ബൈനോ വസന്തം ആ പിള്ളേർ പാട്ട് സ്വാഭാവികമായിട്ട് അന്ന് ഹിറ്റ്, ഇന്ന് ഹിറ്റ്. അപ്പോൾ എല്ലാ പാട്ടുകളും കയ്യടി. അതുപോലെ ചില സീനുകളിൽ ചില ഭയപ്പെടുത്തുന്ന ഇത് വരുമ്പോൾ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ലാലേട്ടൻ്റെ മുഖത്ത് ഭാവങ്ങൾ, അഭിനയങ്ങൾ കാണുമ്പോൾ എല്ലാവരും അത് എൻജോയ് ചെയ്യണത് നമ്മൾ ഇന്ന് കാണുന്നു. പക്ഷെ അന്ന് ആ ജനറേഷൻ, അന്നത്തെ എൻ്റെ ജനറേഷൻ അതിനെ സ്വീകരിച്ചില്ല. ഇന്നത്തെ ന്യൂ ജനറേഷൻ അത് സ്വീകരിച്ചു. ഇതേ ന്യൂ ജനറേഷന് ഇപ്പോൾ കുറേ പടങ്ങൾ ക്രിഞ്ചെന്നും പറഞ്ഞ് ചവിട്ടി താഴ്ത്തുന്നത്. അപ്പോൾ നാളെ അവരുടെ മക്കൾ ഇതുപോലെ വന്നിരുന്ന് ആ പടങ്ങളെ പൂഴ്ത്തോ ഇല്ല എന്നുള്ളത് നമുക്ക് വരുന്ന കാലഘട്ടത്തിൽ കാണാം. അതാണ് എനിക്ക് ഈ ദേവദൂതൻ സിനിമ ഈ പ്രാവശ്യം തിയേറ്ററിൽ കണ്ടപ്പോൾ ഫസ്റ്റ് ഫീൽ ചെയ്ത അനുഭവം. പിന്നെ ഒരു കാര്യം, നമുക്ക് അന്ന് അനുഭവിക്കാൻ പറ്റാത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് അറ്റ്മോസ് ഡോൾബിയിൽ നല്ല തിയേറ്ററിൽ പോയിട്ട് കാണണം കേട്ടോ, കണ്ണൂർ. കാരണം എനിക്ക് ചെറിയ അബദ്ധം പറ്റി. ഞാനിവിടെ മൈസൂർ മാസിൽ കരിയാട് പോയി കണ്ട. എനിക്ക് സൗണ്ട് ക്വാളിറ്റി ഞാൻ ടിക്കറ്റിലൊക്കെ എഴുതിയല്ലോ അറ്റ്മോസ് എന്നൊക്കെ. നമ്മൾ മറ്റുള്ള സിനിമകളുടെ ഇത് വെച്ചിട്ട് ഇത് വരുമ്പോൾ ഇതിന് കുറച്ച് ക്വാളിറ്റി ഉണ്ടാവുമെന്ന് വെച്ചു. കാരണം ഒരു റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയിട്ടുണ്ടല്ലോ. പക്ഷേ വലിയ ഇതൊന്നും ഉണ്ടായില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഹോം തിയേറ്റർ കേൾക്കണ എന്തരോ മനോഭാവമല്ലോ എന്നുള്ള ആ പാട്ട് അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ഇച്ചിരി വോളിയം കൂടുതലുണ്ടായി. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ കൂടെ അങ്ങനെ അവരൊക്കെ ആഘോഷിക്കണം, അതിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോഴുള്ള ഒരു ഫീല് നമുക്ക് ആ പാട്ടിനും കിട്ടി. പാട്ടുകളൊക്കെ ഒന്നൊന്നര പാട്ട് അന്നേ നമ്മളത് സ്വീകരിച്ചാണ് പാട്ടുകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പാട്ടുകൾക്കൊന്നും പറയാനില്ല. വിദ്യാസാഗർ എന്ന് പറഞ്ഞാൽ സംഗീതത്തിൻ്റെ രാജാവിൻ്റെ എല്ലാ ഇതും നമ്മൾ ആസ്വദിച്ചു. എനിക്ക് തോന്നിയ കാര്യമാണ് അന്നത്തെ ക്രിഞ്ച് ഇന്നത്തെ ബ്രില്യൻസായിട്ട് പിള്ളേർ ആഘോഷിക്കണം. അപ്പോൾ ഇന്നത്തെ ക്രിഞ്ചുകൾ ഭാവിയിലും ബ്രില്യൻസുകളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ബ്രില്യൻസിൻ്റെ കേസ് പറയാൻ കാരണം, ഇതിൽ കുറേ പേര്, ഞാൻ കുറേ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് തന്നെയാണ്, ഇതിൻ്റെ പൊക്കിയടിക്കൽ കേട്ടിട്ട് തന്നെയുണ്ടോ ഞാൻ ഈ പടം കാണാൻ പോയത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ പ്രാവുകൾ ഇടയ്ക്കിടയ്ക്ക് പറക്കും, പട്ടി കുരയ്ക്കും, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറേ ഹൊറർ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മിസ്റ്ററി എപ്പോഴും ഓരോ സീനിലും ഭയങ്കര നിഗൂഢതയാണ്. അത് ലാലേട്ടൻ്റെ മുഖത്ത് എപ്പോഴും ഉണ്ടായി. അതെനിക്കിപ്പോൾ കണ്ടപ്പോഴാണ് എനിക്കും പിടികിട്ടിയത്. ഈ മോഹൻലാലിൻ്റെ മുഖത്ത് ഈ നിഗൂഢമായ ചില ഭാവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നമ്മളന്നത് ഇന്ത്യട്ടി ആൾ കാണിക്കണമെന്ന് അറിഞ്ഞു. പക്ഷേ ഇന്നാണ് മനസ്സിലായത് എന്തുകൊണ്ട് കഥ മുഴുക്ക അറിയാമല്ലോ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, കഥ മുഴുക്ക അറിഞ്ഞിട്ട് വീണ്ടും ഈ പടം കാണുമ്പോൾ വേറൊരു ഫീലാണ് കിട്ടുന്നത്. കഥ അറിയാതെ സിനിമ കാണുമ്പോൾ നമുക്കും അറിയില്ല ഈ നിഖിൽ മഹേശ്വരൻ ആരാ, അലീന ആരാ, ഇയാളതിനിടയ്ക്ക് ഈ നാടകം ഡ്രാമ ഒളിപ്പിക്കലുള്ള പുള്ളി തന്നെ ആ ഡ്രാമയുടെ ഇടയ്ക്ക് കയറി ഇൻ്റർഫിയർ ചെയ്ത് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നത് എന്തിനാ എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ ഒരു പ്രാവശ്യം പടം കണ്ടിട്ട് രണ്ടാമത് കാണുമ്പോഴാണ് നമുക്ക് ആ കഥ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്കത് ബ്രില്യൻസായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം പട്ടി കുറയ്ക്കുന്നത്, പ്രാവ് വന്നിരിക്കുന്നത്, ലാസ്റ്റ് ഇണപ്രാവുകളായിട്ട് അവർ പറന്നു പോകുന്നത്. അപ്പോൾ ഈ പ്രാവിൻ്റെയൊക്കെ ഈ എപ്പോഴും ആ ഈ സീനുകളുടെ ഇടപഴകി പോകുന്നതിൻ്റെ ഇതൊക്കെ എപ്പോഴും നമുക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. പഴയ ക്രിഞ്ചുകൾ പുതിയ ബ്രില്യൻസുകളായി ഇനിയും പടങ്ങൾ റിലീസാവട്ടെ. ഇന്നത്തെ ക്രിഞ്ചുകൾ ഭാവിയിലെ ബ്രില്യൻസ് ആവട്ടെ എന്നൊക്കെ ആശംസിക്കാം. ദേവദൂതൻ തിയേറ്ററിൽ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ. പാട്ടൊക്കെ നല്ല അറ്റ്മോസ് തിയേറ്ററിൽ പോയി 4K കാണാം. അത്യാവശ്യം നന്നായിട്ട് റീമാസ്റ്റർ ചെയ്തേണ്ടവർ.